ഇപ്പൊ ഏറ്റവും എളുപ്പമുള്ള പണി കേരളത്തിൽ ഏതെന്ന് ചോദിച്ചാൽ ഏത് വീഴ്ചയുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമലിലേക്ക് വെക്കുകയും ഏത് നന്മയും നേട്ടവും മികവും ആനുകൂല്യവും ഉണ്ടെങ്കിലും അതിന്റെ മുഴുവൻ അവകാശവാദം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ BJP ആയി ചിത്രീകരിക്കപ്പെടും, റാങ്ക് ചെയ്യപ്പെടും. ഇപ്പോ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും ശ്രീ സുരേഷ് ഗോപി ഈ സമരകേന്ദ്രം സന്ദർശിച്ചതിന്റെ പേരിൽ നിങ്ങൾ പകുതി BJP ആയിട്ടുണ്ട് ഇപ്പൊ പൊതുമണ്ഡലത്തിൽ. ഞാൻ നേരത്തെ തന്നെ പൂർണ്ണ BJP ആയി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് എനിക്കിത് പറയുന്നതിന് ഒരു മടിയുമില്ല. ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ച ഫെബ്രുവരി മാസം ലക്ഷ്യത്തിന്റെ ആദ്യഘട്ടത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൃത്യമായ മറുപടി നൽകി സംസ്ഥാന ഗവൺമെന്റിന്, കേരള സംസ്ഥാന ഗവൺമെന്റിന് ഈ വർഷം ദേശീയ ആരോഗ്യ ദൌത്യം പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന മുഴുവൻ തുകയും ജനുവരി മാസം 25-ാം തീയതി മുമ്പായി തന്നെ ധനവർഷം മാർച്ച് 31 കൊടുത്താൽ മതി. മാർച്ച് 31 മുമ്പ് ബജറ്റ് അലോക്കേഷൻ കൊടുത്താൽ മതി. ജനുവരി മാസം 25-ാം തീയതി തന്നെ 912 കോടി രൂപ, ഏതാണ്ട് 800 കോടിയിലധികം രൂപ ജനുവരി മാസം 25-ന് മുമ്പ് കൊടുത്തു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രമന്ത്രിയുടെ ഉത്തരം പാർലമെന്റിൽ കിട്ടി. ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന്റെ ഉത്തരവും സഭയിൽ ഉന്നയിച്ചു. ഒരു മറുപടിയുമില്ല.